ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, നമുക്കിന്ന് ഒരു കാർഡ് എടുത്ത് നോക്കട്ടെ. അതിൻ്റെ എനർജി നമുക്ക് കിട്ടിയ കാർഡ് ദ ഹെറോഫൻറ്റ് എന്ന കാർഡാണ്. എന്താണ് ഹെറോഫൻറ്റ്? ഹെറോഫൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യം ഉണരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇൻഡ്യൂട്ടീവ് പവർ വർദ്ധിക്കുന്നു. നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ അത് സഹായിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ഉണർവിന് വേണ്ടി നിങ്ങൾ പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുന്നു. അതായത് ഒരു ഗുരുവിനെയോ അല്ലെങ്കിൽ മതപുരോഹിതനെയോ അതുമാതിരിയുള്ള ആളുകളുമായിട്ടൊരു സമ്പർക്കം, ഒരു ബന്ധം നിങ്ങൾ വയ്ക്കുന്നു. ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഉള്ളിലെ ആ ദിവ്യമായ അനുഭൂതി നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഗുരുവിനെ നേടണം. അത് ശരിയാണ്. അതുപോലെ നമ്മൾ ധ്യാനം പരിശീലിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ധ്യാനത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. അപ്പോൾ ആ ധ്യാനത്തിലൂടെ പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ധ്യാനം ചെയ്തു, അപ്പോൾ തന്നെ അടുത്ത സെക്കൻഡിൽ നമ്മൾക്കത് കിട്ടി, അങ്ങനെയല്ല. നിരന്തരമായ ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ ആ ഒരു ആജ്ഞാചക്രം ഉണരുക. അതിൽ നിന്നാണ് നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊക്കെ നിരന്തരമായ ആ പ്രവർത്തനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ആത്മാർത്ഥതയുടെയൊക്കെ ഭാഗമായിട്ടാണ് വരുന്നത്. നമ്മളെന്താണ് ഈ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മളിവിടെ ജനിച്ചു, മരിച്ചു, പോയി, ഇവിടെ കുറച്ചു കാലം ജീവിച്ചു, അങ്ങനെയല്ല. നമ്മളുടെ ആത്മാവിന് ഒരു ലക്ഷ്യമുണ്ട്. നമ്മളുടെ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ആ ജീവിതത്തിനിടയിൽ സംഭവിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ തിരിച്ചറിവാണ്, നമ്മളാരെന്നുള്ള തിരിച്ചറിവ്, നമ്മളെന്താണ് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ്. അതിനാണ് നമ്മൾ ധ്യാനം പരിശീലിക്കുന്നത്, ആത്മീയമായ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിനുള്ള അവസരം നിങ്ങൾക്കിതാ വന്നു ചേരുന്നു എന്നാണ്. ആത്മീയമായ ആ അനുഭവങ്ങൾക്ക് അതിന് സമയമായി എന്നാണ്. ഇതിനൊക്കെ നമുക്കൊരു സമയമുണ്ട്, ഡിവൈൻ ടൈം എന്ന് പറയുന്നതിന് ഒരു സമയമാകുമ്പോഴാണ് ഇതൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം നമ്മൾ തന്നെ അറിയാതെ വന്നു ചേരുന്നതാണ്. നമ്മൾ ആരോടും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യേണ്ട, അല്ലെങ്കിൽ അന്വേഷണം നടക്കുകയോ ഒന്നും വേണ്ട. പക്ഷേ ആ സമയത്ത് നമുക്കൊരു ഗുരു വരും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, പരമ്പരാഗതമായ പല ശൈലികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരും. നമ്മളുടെ ഇൻഡ്യൂട്ടീവ് പവർ വർദ്ധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു മഹത്തരമായ അനുഭവം ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.